Hello dear children, നമ്മൾ JEE Main Phase 2 റിവിഷൻ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 40ാമത്തെ ദിവസമാണ്. ഇതൊരു 50-day പ്രോഗ്രാം ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് 40th ഡേ ആണ്. ഈ 40th ഡേ ആയി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ മറ്റുള്ള ചാപ്റ്റർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ജയിക്കുണ്ടാവും. ഒന്നോ അതിൽ കൂടുതലോ ആണ് സാധാരണ ചോദിക്കൽ. ഒരൊറ്റ വർഷം പോലും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാണ്ടിരുന്ന വർഷം ഉണ്ടായിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി JEE മെയിൻ ഓൾറെഡി ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. JEE മെയിൻ്റെ പ്രീവിയസ് എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് റിപ്പറ്റീഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അഡ്വാൻസ് കേട്ട് പേടിക്കേണ്ട. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ റീസെൻ്റ്ലി ഉള്ള അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല ഇത്. എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പഴയ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം JEE മെയിനും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് അഡ്വാൻസിൻ്റെ ക്ലാസ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ദിസ് ഈസ് ആപ്റ്റ് ഫോർ JEE മെയിൻ ആൻഡ് JEE മെയിൻ്റെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആരും അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആദ്യമേ മനസ്സിൽ കരുതേണ്ട. അപ്പം ഞാൻ അധികം സമയം കളയുന്നില്ല നിങ്ങളുടെ, ബിക്കോസ് ടൈം ഈസ് വെരി വാല്യുബിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യൂ. ഓക്കെ ആണെങ്കിൽ, ഇഫ് യു ആർ റെഡി ടു ഹിയർ മീ ആൻഡ് റെഡി ടു സീ മീ, ജസ്റ്റ് ചാറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു ഹൈ എലും ചാറ്റ് ചെയ്യൂ. കം ഓൺ, ഫാസ്റ്റ്. ഓക്കെ, നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങളുടെ ചാറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐ ഹാവ് എ ഡിവൈസ് ബിഫോർ മീ ഇൻ വിച്ച് ഐ ക്യാൻ സീ യുവർ ചാറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഡൗട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചാറ്റിൽ ചോദിക്കാം. ഐ ഷാൽ അഡ്രസ് ദ ഡൗട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയ കുട്ടികളെ, എ ഗ്ലാസ് കാപ്പിലറി ട്യൂബ് ഈസ് ഓഫ് ദ ഷേപ്പ് ഓഫ് എ ട്രങ്കേറ്റഡ് കോൺ. ട്രങ്കേറ്റഡ് കോൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇല്ലേ? ഈ ട്യൂബ് ഉണ്ടല്ലോ, ഗ്ലാസ് ട്യൂബ് സാധാരണ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലല്ല ഉള്ളതെന്നാണ് പറഞ്ഞു. ഒരു ട്രങ്കേറ്റഡ് കോണിൻ്റെ ഷേപ്പിലാണെന്ന് ഡയഗ്രം ഇവിടെ കാണുന്നുണ്ട് അല്ലേ? നോക്കി, ട്രങ്കേറ്റഡ് കോൺ വിത്ത് ആൻ അപ്പെക്സ് ആംഗിൾ ആൽഫ സോ ദാറ്റ് ഇറ്റ് ടു എൻഡ്സ് ഹാവ് ക്രോസ് സെക്ഷൻ ഓഫ് ഡിഫറൻറ്റ് റേഡി. ഇവിടുത്തെ റേഡിയസും ഡിഫറൻ്റ് ആണെന്ന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രങ്കേറ്റഡ് കോൺ, ഡിഫറൻറ്റ് റേഡി. വെൻ ഡിപ്ഡ് ഇൻ വാട്ടർ വെർട്ടിക്കലി, വാട്ട് ഹാപ്പൻ? വാട്ടർ റൈസസ് ഇൻ ഇറ്റ് ടു എ ഹൈറ്റ് h. ഇത് നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്തപ്പോൾ h ഹൈറ്റിലേക്ക് വാട്ടർ റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനിയും വെയർ ദ റേഡി ഓഫ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഈസ് b. ആരുടെ ക്രോസ് സെക്ഷൻ? വാട്ടറിൻ്റെ ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് b ആണെന്ന് പറയുന്നുണ്ട്. b is the radius of cross section of water. If the surface tension of water is s, സാധാരണ നമ്മൾ സർഫസ് ടെൻഷൻ T ആണ് എടുക്കാറുള്ളത്, പക്ഷേ ഇവിടെ S എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എസും ടിയും എനിത്തിങ് ക്യാൻ ബി ടേക്കൻ. ഓക്കെ, S ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡെൻസിറ്റി റോ ആണെന്നും കോണ്ടാക്ട് ആംഗിൾ തീറ്റയാണെന്നും പറയുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തെന്നാ പറഞ്ഞ്? തീറ്റ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ വാല്യൂ ഓഫ് H എത്രയാണെന്നാണ് ചോദ്യം. ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മെനിസ്കസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോൺകേവ് വെൻ ലുക്ക്ഡ് ഫ്രം ടോപ്പ്. ഇവിടുന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെനിസ്കസ് എങ്ങനെയായിരിക്കും കുട്ടികളെ? മെനിസ്കസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? മെനിസ്കസിൻ്റെ ഷേപ്പ് ഇങ്ങനെ കോൺകേവ് ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് റൈസ് ചെയ്യുന്നത്. കോൺവെക്സ് ഷേപ്പാണ് എന്ത് സംഭവിക്കും? മെർക്കുറിക്കൊക്കെ സംഭവിക്കുന്ന പോലെ കാപ്പിലറി ഡിപ്പേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതുണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മെനിസ്കസ് ഉണ്ടാകുക. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു മെനിസ്കസ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലെയും പ്രഷർ ഡിഫറൻ്റ് ആയിരിക്കും ഇല്ലേ? അതവിടെ നിൽക്കട്ടെ. പ്രഷറിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ H ആണ് വേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ വാട്ടറിൻ്റെ ഒരേ ഹൊറിസോണ്ടൽ ലെവൽ 2 പോയിന്റുകൾ ഞാൻ എടുക്കുന്നു. ഒന്ന് ഈ ട്യൂബിൻ്റെ ഉള്ളിലും ഒന്ന് ഈ വാട്ടറിൻ്റെ സർഫസിലും 2 പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിന് എന്തെങ്കിലും പേര് കൊടുക്കാം. ഒരു പോയിന്റിന് A എന്ന പേര് കൊടുത്തു, രണ്ടാമത്തെ പോയിന്റിന് B എന്ന പേര് കൊടുത്തു. എയും ബിയും 2 പേരുകൾ നമ്മൾ കൊടുത്തു. ഇനി എന്ത് പറയാം നമുക്കിവിടെ? ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ആ 2 പോയിന്റിലും ഒരേ പ്രഷർ ആയിരിക്കും എന്ന് പറയാൻ പറ്റും ഇല്ലേ? വൈ? Because those 2 points are in the same horizontal level. Okay.
അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു വാട്ട് പ്രഷർ അറ്റ് ബി. കുറച്ച് അകത്തി എഴുതാം കേട്ടോ. പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു വാട്ട് പ്രഷർ അറ്റ് ബി. എയിലെ പ്രഷറും ബിയിലെ പ്രഷറും സെയിം ആയിരിക്കും. ഇനി എയിലെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോപ്പിൽ എത്രയാണ് പ്രഷർ എന്ന് നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിനെ കഴിഞ്ഞും കുറവായിരിക്കും അതിൻ്റെ ഈ സൈഡിൽ. നിങ്ങൾ പഠിച്ചിട്ടൊരു ഒരു 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 ബബിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ, വാട്ടറിന് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ, ഈ കോൺകേവ് സൈഡിലെ പ്രഷർ കോൺവെക്സ് സൈഡിലെ പ്രഷറിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും നിങ്ങൾ പഠിച്ചാൽ. 2T/R ആയിരിക്കും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പം പ്രഷർ അറ്റ് എ എഴുതുന്നത് ഞാൻ എങ്ങനെയാണ്? ഇവിടെ P0, ഓക്കെ, ഈ പോയിന്റിലേക്ക് വന്നാൽ P0 മൈനസ് 2T/R അല്ലേ. വീണ്ടും ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരികയാണെങ്കിൽ P0 മൈനസ് 2T/R പ്ലസ് H ρg. അങ്ങനെയാണ് ഈ പോയിന്റിലെ പ്രഷർ എഴുതുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യമേ ടോപ്പിലെ പ്രഷർ എഴുതുക. അതെത്രയാണ്? P0. ഇനിയും ആ സർഫസിൻ്റെ ജസ്റ്റ് താഴെ എന്ന് പറഞ്ഞാൽ കോൺകേവ് സൈഡിലെ പ്രഷർ, കോൺവെക്സ് സൈഡിലെ പ്രഷർ. കോൺകേവിനെ കഴിഞ്ഞും 2T/R കുറവായിരിക്കും. അപ്പോൾ ആ പോയിന്റിലെ പ്രഷർ എത്രയായിരിക്കും? P0 മൈനസ് 2T/R. ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പം H ρg പ്രഷർ കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? P0 മൈനസ് 2T/R പ്ലസ് H ρg. അതായിരിക്കും എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ. അപ്പം ഞാൻ എഴുതാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാണ്ട് H ρg നല്ല എഴുതേണ്ടത്. H ρg എന്ന് എഴുതുന്നത് എപ്പോഴാണ്? ഈ സർഫസ് ഫ്ലാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഷർ എന്ത് എഴുതാം? H ρg എന്ന് വെറുതെ എഴുതാം. ബട്ട് ദിസ് സർഫസ് ഈസ് നോട്ട് ഫ്ലാറ്റ്, ഇറ്റ് ഈസ്, കണ്ടോ, കോൺകേവ് സർഫസ് അല്ലേ. അപ്പം കോൺകേവ് സർഫസിലെ പ്രഷർ കോൺവെക്സ് സർഫസിലേക്ക് കഴിഞ്ഞാൽ പ്രഷർ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഞാൻ പ്രഷർ അറ്റ് എ ഡയറക്റ്റ്ലി എഴുതാൻ പോവുക. നോക്കിയേ, P0 പ്ലസ് വാട്ട്? P0 പ്ലസ് അല്ല, മൈനസ്. P0 മൈനസ് കോൺവെക്സ് സൈഡിലെ ഞാൻ എഴുതുന്നത്. കോൺകേവ് സൈഡിലെ P0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ P0. കോൺവെക്സ് സൈഡിലെയോ P0 മൈനസ് 2T ഡിവൈഡഡ് ബൈ 2T. T എന്നല്ല എഴുതുന്നത്, എസ് എന്ന് എഴുതാം. കാരണം ഇവിടെ സർഫസ് ടെൻഷൻ എസ് എന്നാണ് തന്നിട്ടുള്ളത്. ഇപ്പം 2T/R എന്നല്ലാണ്ട് 2S/R പ്ലസ് H ρg. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര? അതാണ് എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ. ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? P0 തന്നെയാണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ്. പോയിന്റ് പ്രഷർ അറ്റ് ബി ഈസ് ജസ്റ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ P0 വെട്ടിക്കളയാം. എച്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കി. H ഈസ് ഈക്വൽ ടു, ലെറ്റ് us റൈറ്റ്, H ഈസ് ഈക്വൽ ടു, എച്ചിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ 2S ഡിവൈഡഡ് ബൈ R ρg. ഇങ്ങനെ എഴുതുന്നത്, 2S ഡിവൈഡ് ബൈ R ρg. അപ്പോൾ ഇവിടെ ഒരു R ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു R ഇല്ലല്ലോ. അപ്പോൾ ഈ ആറിനെ നമ്മൾ എങ്ങനെയും എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഈ ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ജോമെട്രി അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കൂ, നമുക്ക് വേണ്ടത് എന്താ? ഈ ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ മെനിസ്കസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ മെനിസ്കസ് ഉണ്ടല്ലോ കുട്ടികളെ, അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് ബി ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, ഈ സൈഡ് ബി ആണെന്നുണ്ട്. അതുപോലെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റയാണെന്നും ഉണ്ട്. അതുപോലെ ഈ ടോട്ടൽ ആംഗിൾ, അപ്പെക്സ് ആംഗിൾ ആൽഫയാണെന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇത് ആൽഫയുടെ പകുതി ആയിരിക്കില്ലേ ഈ പകുതി ആംഗിൾ. അങ്ങനെ വരുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയേ, ഒരു വെർട്ടിക്കൽ ഡ്രോ ചെയ്യുകയാണ്. ജസ്റ്റ് ഐ ആം ഡ്രോയിങ് എ വെർട്ടിക്കൽ. നോക്കൂട്ടില്ലേ, ഒരു വെർട്ടിക്കൽ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഈ ആംഗിൾ α/2 ആണെങ്കിൽ ഇത് α/2 ആയിരിക്കും. സി വാട്ട് ഐ എം ടെല്ലിങ് യു ഈസ്, ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ഇനി എനിക്ക് ഏത് ആംഗിളാണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ഈ ആംഗിളാണ്, ഇത്. ആ ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ അവയുടെ പെർപെൻഡിക്കുലർക്കിടയിലുള്ള ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്താണെന്ന് നോക്കിയ കുട്ടികളെ, അതിൻ്റെ പെർപെൻഡിക്കുലറാണ് ഈ ടാൻജൻറ്റ്. റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ. ഇതെന്താ? ഹൊറിസോണ്ടൽ ലൈനാണ്, ഞാൻ വരച്ചത് വെർട്ടിക്കൽ ലൈൻ, കണ്ടോ. അപ്പം ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിളാണ് എനിക്ക് വേണ്ടത്. അത് അവയുടെ പെർപെൻഡിക്കുലറുകൾക്കിടയിലുള്ള ആംഗിൾ ആയിരിക്കും. ഇതും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ പ്ലസ് α/2. സി ദിസ് ആംഗിൾ ഈസ് തീറ്റ പ്ലസ് α/2 ആയിരിക്കും. അത് മനസ്സിലായോ? വാട്ട് ഐ എം ടെല്ലിങ് യു ഈസ്, ഈ രണ്ട് ആംഗിളും കൂട്ടുന്നതായിരിക്കും ഈ ആംഗിളിൽ, സെയിം ആയിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
ക്യാപിറ്റൽ ലെറ്റർ ആറിന് എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഐ നോ ബി ബൈ ആർ എന്താണ് കുട്ടികളെ? കോസ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2 ആണ്. കോസ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2 ബി ബൈ ആർ. അപ്പോൾ ആറോ? ആർ ക്യാൻ ബി റിട്ടൺ ആസ് ബി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2. ഇനി ഈക്വേഷൻ എടുക്കൂ. ലെറ്റ് us ടേക്ക് ദിസ് ഇക്വേഷൻ. ഞാനിത് കോപ്പി ചെയ്യാം അടുത്ത പേജിലേക്ക്. ഈ ഇക്വേഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. ആ ഇക്വേഷന് ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? ലെറ്റ് us ടേക്ക് ദാറ്റ് ഇക്വേഷൻ. അതെടുത്തു. എന്നിട്ട് ഈ ആറിൻ്റെ സ്ഥാനത്ത് ഈ സാധനം എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ വരും? എച്ച് ഈസ് ഈക്വൽ ടു ലുക്ക് 2s അതുപോലെ എഴുതി. ആറിന് പകരം നമുക്ക് ബി, പിന്നെ റോ ജി ഉണ്ട്, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2 എന്നുള്ളത് മുകളിലോട്ട് പോവും. ദെർഫോർ കോസ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2. That is the height to which the water rises. See here, that's the height to which the water rises. ഇത് ഇക്വേഷൻ ഒന്നും കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഫിസിക്സ് മനസ്സിലാക്കി ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഏത് തരത്തിലുള്ള ട്യൂബാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഒരേ റേഡിയസ് ഉള്ള ഇങ്ങനത്തെ ട്യൂബാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആറിന് അവിടെ ആർ എന്ന് പറയുന്നത് എന്താ? സ്മോൾ ലെറ്റർ ആർ ഡിവൈഡ് ബൈ കോസ് തീറ്റ ആയിരിക്കും. തീറ്റ ഈസ് ദ കോണ്ടാക്ട് ആംഗിൾ. അതുകൊണ്ട് 2s കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ റോ ജി നമ്മൾ എഴുതും. ഇവിടെ ആർ എന്നല്ല തന്നിട്ടുള്ളത് ബി എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണേ ചെയ്യാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടേ ചോദിക്കൂ. ഡൗട്ട് ഉണ്ടേ ചോദിക്കണം. ക്ലിയർ ആണെന്ന് പറയണം. എന്നാലേ അടുത്തതിലേക്ക് ഞാൻ പോവുകയുള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? 2s ഡിവൈഡഡ് ബൈ ബി റോ ജി കോസ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2. ഓക്കെ, ദാറ്റ്സ് ആൻസർ. അടുത്തതിലേക്ക് പോവാം. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ദർ ആർ മെനി ബട്ട് നൺ ഈസ് റെസ്പോണ്ടിങ്. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗ്ലാസ് ട്യൂബ് ഓഫ് യൂണിഫോം ഇന്റേണൽ റേഡിയസ് ആർ ഹാസ് എ വാൽവ് സെപ്പറേറ്റിംഗ് ദ ടു ഐഡന്റിക്കൽ എൻഡ്സ്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്, ഐഡന്റിക്കൽ റേഡിയസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതും ആറാണ്, ഗ്ലാസ് ട്യൂബിൻ്റെ റേഡിയസ് ആറാണ്. ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട്. ഇനീഷ്യലി വാൽവ് ഈസ് ടൈറ്റ്ലി ക്ലോസ്ഡ് പൊസിഷൻ. ഈ വാൽവ് ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എയർ ഇങ്ങോട്ടോ ഇവിടുന്ന് എയർ അങ്ങോട്ടോ പാസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എയറിൻ്റെ പ്രഷർ P1 ഇവിടുത്തെ P2 ആണെങ്കിൽ ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും? വലിയ പ്രഷറുള്ള സ്ഥലത്തു നിന്ന് ചെറിയ പ്രഷറുള്ള സ്ഥലത്തേക്ക് എയർ ഫ്ലോ ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം വാൽവ് ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻഡ് 1 ഹാസ് ഹെമസ്പെറിക്കൽ സ്ലോപ്പ് ഓഫ് ബബിൾ ഓഫ് റേഡിയസ് ആർ. എൻഡ് 1 ഹാസ്, ഇതാണ് എൻഡ് 1 കേട്ടോ. ഹെമസ്പെറിക്കൽ ആണെന്നാണ് പറഞ്ഞത്. ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? പകുതി സ്പിയർ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എൻഡ് 1 എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ ഹെമസ്പെറിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡ്രോപ്പിൻ്റെ പകുതി. കണ്ടോ? ഒരു കംപ്ലീറ്റ് ഡ്രോപ്പിൻ്റെ പകുതി. അതിൻ്റെ റേഡിയസ് ആറാണ്. ആൻഡ് എൻഡ് 2 ഹാസ് സബ് ഹെമസ്പെറിക്കൽ സോപ്പ് ബബിൾ ആ ഷോൺ. ഇത് സബ് ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ ഹെമസ്പെറിക്കലിനെ കഴിഞ്ഞും കുറവ്. സബ് ഹെമസ്പെറിക്കൽ എന്നാണ് പറഞ്ഞത്. നോക്കി, അപ്പോൾ എങ്ങനെ വരുമോ നിങ്ങൾ ആലോചിച്ചാൽ? ഈ ടെർമിനോളജി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ പകുതി, സബ് ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ പകുതി കുറവ്. പകുതി കുറവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എങ്ങനെയാണെന്നറിയാവോ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്, പകുതിയിലും കുറവാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. കണ്ടോ? അപ്പോൾ ഏതിൻ്റെ റേഡിയസ് ആണ് കൂടുതൽ? ലെറ്റ് മീ ഷോ യു. ഇതും ആറാണേ. സബ് ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ ഹെമസ്പിയറിൻ്റെ കഴിഞ്ഞും കുറവ്. കണ്ടോ? ഇത്രോ ഓൺലി ദിസ് മച്ച്. സബ് ഹെമസ്പെറിക്കൽ, ഇത് ഹെമസ്പെറിക്കൽ. ആരുടെ റേഡിയസ് ആണ് കൂടുതൽ? ആരുടെ റേഡിയസ് ആണ്? ഇതിൻ്റെ റേഡിയസ് R1 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റേഡിയസ് R1 ആണെങ്കിൽ R1 ഈസ് ഗ്രേറ്റർ ദാൻ, ഇതിൻ്റെ റേഡിയസ് R2 ആണെന്ന് വിചാരിക്കുക. ഏതാ വലിയ റേഡിയസ് എന്ന് പറഞ്ഞ്? ഹെമസ്പെറിക്കലിൻ്റെ ആണോ സബ് ഹെമസ്പെറിക്കലിൻ്റെ ആണോ റേഡിയസ് വലുത് ഇവിടെ? കാരണം ഇത് രണ്ടിനും സെയിമാ. ഇത് രണ്ട് ഡ്രോപ്പിനും ഇത് സെയിമാ, ഈ ലെങ്ത് സെയിമാ. അപ്പം ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ. സബ് ഹെമസ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദിസ്. ഏതിനാ റേഡിയസ് കൂടുതൽ? R1. സബ് ഹെമസ്പെറിക്കലിൻ്റെ റേഡിയസ് ഹെമസ്പെറിക്കലിനേക്കാളും വലുതാണെന്ന് മനസ്സിലാക്കണം. അത് കോമൺ സെൻസ് ആണ്.
ജസ്റ്റ് ആഫ്റ്റർ ഓപ്പണിംഗ് ദ വാൽവ്. ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ P1 ആണെന്ന് വിചാരിക്കുക. P1 ഈസ് ദ പ്രഷർ ഇൻസൈഡ്. നോക്കിയേ, P1 ഈസ് ദ പ്രഷർ ഹിയർ. ഈ ബബിളിൻ്റെ ഉള്ളിലെ പ്രഷർ, അതാണ് ഞാൻ പറഞ്ഞത് P1. ഈ ബബിളിൻ്റെ ഉള്ളിലെ പ്രഷർ P2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എൻഡിൽ മൊത്തം P2 ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടം വരെ പ്രഷർ P1 ആയിരിക്കും കുട്ടികളെ, ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ പ്രഷർ P2 ആയിരിക്കും. ഏതാണോ വലിയ പ്രഷർ, ആ വലിയ പ്രഷറിൽ നിന്ന് ചെറിയ പ്രഷറിലേക്ക് എയർ ഫ്ലോ ചെയ്യും ഇനീഷ്യലി. ഓക്കെ, അപ്പോൾ പ്രഷർ ഇൻസൈഡ് നമ്മൾ എങ്ങനെ എഴുതുക? P1 എങ്ങനെ എഴുതുക? P1 ഈസ് ഈക്വൽ ടു പ്രഷർ ഔട്ട്സൈഡ് P0 പ്ലസ് 4T ഡിവൈഡഡ് ബൈ R1. ദിസ് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദ ഫസ്റ്റ് വൺ. R1. ഇവിടെ ഇതാണ് R1 കേട്ടോ. ഇത് ഞാൻ R1 എന്ന് എടുത്തു. R1 ഇതിൻ്റെ റേഡിയസ് R2 എന്നാണ് എടുത്തത്. R2 കാരണം ഇത് 2 അല്ലേ. ഞാൻ എടുത്ത് മാറിപ്പോയി. R1 R2 അങ്ങനെ എടുത്തു. ഇനി P2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബബിളിൻ്റെ ഉള്ളിലെ പ്രഷർ പുറത്തേക്ക് കഴിഞ്ഞും കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. P2 ഈസ് ഈക്വൽ ടു അതിൻ്റെ പുറത്തെ പ്രഷർ എത്രയാ? P0 അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് 4T ഡിവൈഡ് ബൈ R2. വിച്ച് ഈസ് ഗ്രേറ്റർ? ആലോചിച്ച് നോക്കി. R1 ഈസ് R2 is greater than R1. R2 is greater than R1. ശരിയല്ലേ? അതുകൊണ്ട് P2 is less than P1. Or you can write P1 is greater than P2. P1 is greater than P2. P1 is greater than P2. അപ്പം ഇവിടുത്തെ പ്രഷർ ഉണ്ടല്ലോ കുട്ടികളെ, ഇവിടുത്തെ എയറിൻ്റെ പ്രഷറിനെ കഴിഞ്ഞും വലുതാ. അപ്പോൾ എന്ത് ചെയ്യും? P1 നിന്ന് P2ലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ 1 നിന്ന് 2ലേക്ക് പോകും. 1 ചെറുതാവും, 2 വലുതാവും. എന്നിട്ട് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആകുമ്പോൾ 1ൻ്റെയും 2ൻ്റെയും റേഡിയസ്. 1ൻ്റെ റേഡിയസ് വലുതാവും. കണ്ടോ, ഹെമസ്ഫെറിക് എന്ന് പറഞ്ഞാൽ 1ൻ്റെ റേഡിയസ് വലുതാവും, 2ൻ്റെ എന്ത് സംഭവിക്കും? റേഡിയസ് ചെറുതാവും. ഇത് രണ്ടും ഈക്വൽ റേഡിയസ് ആവുന്നോടം വരെ ദിസ് വിൽ ഫ്ലോ ലൈക്ക് ദിസ്, ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ആൻസർ എന്താ? എയർ ഫ്രം 1 ഫ്ലോസ് ടുവേഴ്സ് 2. വോളിയം ഓഫ് സോപ്പ് ബബിൾ അറ്റ് 1 ഡിഗ്രീസസ്. ഇതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം ഓഫ് 1 വോളിയം ഓഫ് 1 ഇതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. റേഡിയസ് കൂടുക ചെയ്യുന്നത് കേട്ടോ, വോളിയമാണ് ഡിക്രീസ് ചെയ്യുന്നത്. മൊത്തം വോളിയത്തിൻ്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്, ഇത്രയും ഭാഗത്തെ വോളിയത്തിൻ്റെ മാത്രമേ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 1. മനസ്സിലായോ? കൃത്യമായിട്ട് ആലോചിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു സോപ്പ് ബബിളിനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ഒരു സോപ്പ് ബബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രഷർ ഇൻ പ്രഷർ ഔട്ട്. എപ്പോഴും ഉള്ളിലെ പ്രഷർ പുറത്തെ പ്രഷറിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും. എത്ര കൂടുതലായിരിക്കും? 40/R. അപ്പം നമ്മളിങ്ങനെ എഴുതും, പ്രഷർ ഇൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഔട്ട് പ്ലസ് 40 ഡിവൈഡഡ് ബൈ R. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. പ്രഷർ ഔട്ട് P0 ആണ് രണ്ടിനും. അറ്റ്മോസ്ഫിയർ പ്രഷർ ഔട്ട് P0 2T/R. മനസ്സിലായോ? ഇതെല്ലാവർക്കും മനസ്സിലായ കുട്ടികളെ? നിങ്ങൾക്കറിയാം ഒരു സോപ്പ് ബബിളിൻ്റെ ഉള്ളിലെ പ്രഷർ പുറത്തേക്ക് കഴിഞ്ഞും കൂടുതലായിരിക്കും. എത്രയായിരിക്കും? 40/R. എന്തുകൊണ്ടാണ് 40 വന്നത്? അതിന് 2 ഇൻ്റർഫേസ് ഉള്ളത് കൊണ്ട് അല്ലേ? ഒരു സോപ്പ് ബബിളിന് എയർ ലിക്വിഡ് ഇൻ്റർഫേസസ് 2 ഉണ്ട്. സോപ്പ് ബബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു ഡ്രോപ്പ്ലെറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ അതിനൊറ്റ എയർ ലിക്വിഡ് ഇൻ്റർഫേസേ ഉള്ളൂ. അതുകൊണ്ട് അത് 2T/R ആയിരിക്കും. ഈ കേസിൽ 40/R ആയിരിക്കും. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത് നോക്കി, ലുക്ക് അറ്റ് നെക്സ്റ്റ് വൺ. എ കണ്ടെയ്നർ ഓഫ് വിഡ്ത്ത് 2A എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 2A ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഇൻ യുവർ ദിസ് ഫിഗർ ഈസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, തന്നിട്ടുള്ള ഫിഗറാണ്, ഞാൻ എടുത്ത് വരച്ചതല്ല. ഇനി നോക്കൂ, എ തിൻ വയർ ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ ഈസ് ജെന്റലി പ്ലേസ്ഡ് ഓവർ ദ ലിക്വിഡ് സർഫസ് ഇൻ ദ മിഡിൽ ഓഫ് ദ സർഫസ് ആസ് ഷോൺ ഹിയർ. ഇത് കണ്ടോ, എന്താ? ഒരു വയറാണ്. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. വയർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. വയർ ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ സൈഡ് വ്യൂ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു? ആസ് എ റിസൾട്ട് ലിക്വിഡ് സർഫസ് ഈസ് ഡിപ്ഡ് ബൈ എ ഡിസ്റ്റൻസ് y വിച്ച് ഈസ് ലെസ് ദാൻ A.
വൈ ഡിപ്പായ എന്നാണ് പറഞ്ഞത്. വൈ ഈസ് മച്ച് ലെസ് ദാൻ എ എന്നും പറയുന്നുണ്ട്. ഡിറ്റർമൈൻ ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്. ഈ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ അറിയണം. നിങ്ങൾക്കറിയാം ഇതിൻ്റെ വെയിറ്റ് എം ജി ആണെങ്കിൽ ആ എം ജിനെ ആരാണ് ബാലൻസ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കി. ലെറ്റ് മീ ഷോ യു. വെയിറ്റ് ആക്ടിങ് ഓൺ ഇറ്റ്. എം ജി ഈസ് ആക്ടിങ് ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എഫ്. സർഫസ് ടെൻഷൻ അല്ലാതെ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എഫ് ബൈ എൽ ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് സർഫസ് ടെൻഷന് കൊണ്ടുള്ള ഫോഴ്സ്, ഇതും സർഫസ് ടെൻഷനുള്ള ഫോഴ്സ്. ഇതിൻ്റെ രണ്ട് കമ്പോണൻ്റ് ഉണ്ടല്ലോ. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. നിങ്ങൾ തീറ്റ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ലെറ്റ് us ടേക്ക് തീറ്റ ഹിയർ. ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക, തീറ്റ. ഓക്കെ, അപ്പം ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഏതാണ്? എഫ് കോസ് തീറ്റ, രണ്ടും ക്യാൻസൽ ആയി പോകും. പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടല്ലോ കുട്ടികളെ, ഇത് ദിസ് വൺ ആൻഡ് ദിസ് വൺ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതെന്താ? എഫ് സൈൻ തീറ്റ, എഫ് സൈൻ തീറ്റ. അപ്പം 2f സൈൻ തീറ്റ എം ജി എനെ ബാലൻസ് ചെയ്യുന്നു. യു ക്യാൻ റൈറ്റ് 2f എഫ് സൈൻ തീറ്റ. സൈൻ തീറ്റ ബാലൻസസ് എം ജി, ദെയർഫോർ എം ജി. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് യു നോട്ട് സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു എൽ എന്ന് എഴുതാം. 2 ഇൻറ്റു ടി എൽ സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ഇനി എനിക്ക് ടി ആണ് വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ 2l സൈൻ തീറ്റ. ഇനി എം ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. എം ബൈ എൽ ഈസ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഈസ് ഗിവൺ ആസ് ലാംഡ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ലാംഡ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ? ലെറ്റ് മീ ഇതിനെ ഒന്ന് ഞാൻ മുകളിലോട്ട്, എനിക്ക് സ്പേസ് ഇല്ല, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, now let us write t is equal to lambda g divided by 2 sin theta എന്ന് വന്നു. 2 sin theta. ഇനി നോക്കി, ആംഗിൾ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയും ടാൻ തീറ്റയും ഏകദേശം സെയിം ആയിരിക്കും. സി ഫോർ സ്മോൾ ആംഗിൾ സൈൻ തീറ്റ ഈസ് നിയർലി ഈക്വൽ ടു ടാൻ തീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ തീറ്റയും ടാൻ തീറ്റയും നിയർലി ഈക്വൽ ആയിരിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കി ടാൻ തീറ്റ അങ്ങ് എഴുതിയാൽ മതി. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? y ബൈ എ. ഓപ്പോസിറ്റ് y, അഡ്ജസൻറ്റ് എ. അപ്പോൾ y ബൈ എ എഴുതുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. ടി ഈസ് ഈക്വൽ ടു ലാംഡ ജി എ മുകളിലോട്ട് പോകുമല്ലോ, ലാംഡ ജി എ ഡിവൈഡഡ് ബൈ 2y. ലാംഡ ജി എ ഡിവൈഡ് ബൈ 2y. എ ആണ് ആൻസർ. ആൻസർ ഈസ് എ. മറ്റൊന്നുമില്ല, അതിൻ്റെ വെയിറ്റിനെ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ്റെ കമ്പോണൻറ്റ് ബാലൻസ് ചെയ്യുന്നു. എഫ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. എഫ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇപ്പോൾ വൈ ജി എ ഡിവൈഡ് ബൈ 2y, ലാംഡ ജി എ ഡിവൈഡ് ബൈ 2y എന്ന് ആൻസർ വന്നു. ലാംഡ ജി എ ഡിവൈഡഡ് ബൈ 2y. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇതെല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ചെയ്തില്ലേ? എൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, എ യൂണിഫോം കാപ്പിലറി ട്യൂബ് ഓഫ് ഇന്നർ റേഡിയസ് ആർ ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ ടു എ ബീക്കർ ഫിൽഡ് വിത്ത് വാട്ടർ. ദ വാട്ടർ റൈസസ് ടു എ ഹൈറ്റ് h in a capillary tube above the water surface in the beaker. The surface tension of water is sigma. Surface tension sigma എന്നാണ്. നമ്മൾ SAT എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ സിഗ്മ എന്ന് വന്നു. Angle of contact between water and the wall of the capillary tube is theta. Ignore the mass of water in the meniscus. Then which of the following statement are true? ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ ട്രൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ തന്നെ എച്ചിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. എന്താണ് എച്ചിൻ്റെ ഇക്വേഷൻ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2t എന്നുള്ളത് സിഗ്മ എന്ന് എഴുതി. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി. ആറ് കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ്, റോ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി, ജി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഓഫ് കാപ്പിലറി ട്യൂബ് എച്ച് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആർ. എച്ച് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആർ.
R കൂടിയാൽ റേഡിയസ് ഓഫ് ദ ക്യാപിലറി ട്യൂബ് കൂടിയാൽ എച്ച് ഡിക്രീസ് ചെയ്യുമെന്ന്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രൂ ആണ്. ദിസ് ഈസ് ട്രൂ, എ ട്രൂ ആണ്. വേറെ ട്രൂ ഉണ്ടോ എന്നുകൂടെ നോക്കണം. ഓക്കെ, ഇനി അടുത്ത്, ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഓഫ് ക്യാപിലറി ട്യൂബ് എച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സിഗ്മ. എച്ചും സിഗ്മയും തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഉണ്ട് ഇല്ലേ? എച്ച് ഇൻക്രീസസ് വിത്ത് സിഗ്മ. അപ്പോൾ ഇത് തെറ്റാണ്. ദിസ് ഈസ് റോങ്. എച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സിഗ്മ എന്ന് പറയുന്നത് തെറ്റാണ്. ഇഫ് ദിസ് എക്സ്പെരിമെന്റ് ഈസ് പെർഫോംഡ് ഇൻ എ ലിഫ്റ്റ് ഗോയിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എച്ച് ഡിക്രീസസ്. എച്ച് ഡിക്രീസ് ചെയ്യുമോ എന്ന് നോക്കാം. വെൻ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് വിത്ത് ആക്സിലറേഷൻ എ, ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി പ്ലസ് എ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ജിയുടെ സ്ഥാനത്ത് ജി പ്ലസ് എ കൊടുക്കുക. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു? ഇത് കൂടി, ജി പ്ലസ് എ. ജി എന്നുള്ളത് ജി പ്ലസ് എ ആകുമ്പോൾ എച്ച് കുറയും. ഉണ്ടോ എന്ന് നോക്കിയേ. ഇൻ ദിസ് എക്സ്പീരിയൻസ് പെർഫോം കോൺസ്റ്റന്റ് എച്ച് ഡിക്രീസസ്. കറക്റ്റാണ്, എച്ച് ഡിക്രീസ് ചെയ്യും. അതും കറക്റ്റാണ്. സിയും കറക്റ്റാണ്. ഇനി അടുത്തത് നോക്കൂ. എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു കോണ്ടാക്ട് ആംഗിൾ ആണോ? എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു കോണ്ടാക്ട് ആംഗിൾ അല്ല. എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു കോസ് ഓഫ് ദ കോണ്ടാക്ട് ആംഗിൾ. കോസ്. ഇറ്റ് ഈസ് നോട്ട് പ്രപ്പോർഷണൽ ടു കോണ്ടാക്ട് ആംഗിൾ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എയും സിയും കറക്റ്റാണ്. എ ആൻഡ് സി ആർ കറക്റ്റ്. എ ആൻഡ് സി ആർ. ഈ ഇക്വേഷൻ നോക്കി അങ്ങ് പറഞ്ഞാൽ മതി കുട്ടികളെ. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് നോക്കി അങ്ങ് പറഞ്ഞാൽ മതി. വെൻ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് ആക്സലേഷൻ, ഇഫക്റ്റീവ് ആക്സലേഷൻ ജി പ്ലസ് എ എടുക്കുക. താഴേക്കാണ് പോകുന്നെങ്കിൽ ജി മൈനസ് എ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് നോക്കിയാൽ നിങ്ങൾ, ഇത് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നോക്കൂ. വാട്ടർ ഈസ് ഫിൽഡ് ഇൻ ദ ബീക്കർ അപ് ടു എ ഹൈറ്റ് 3 മീറ്റർ. കുട്ടികളെ ഇത് 3 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ആൻ ഒറിഫൈസ് എന്ന് പറഞ്ഞ ഒരു ഹോൾ ഈസ് അറ്റ് എ ഹൈറ്റ് 52.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഹൈറ്റും തന്നിട്ടുണ്ട്, 2 ഹൈറ്റും തന്നിട്ടുണ്ട്. ഈ 2 ഹൈറ്റും തന്നിട്ടുണ്ട്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ബീക്കർ ആസ് ഇറ്റ് റേഷ്യോ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഒറിഫൈസ് ആൻഡ് ബീക്കർ ഈസ് 0.1. A1 ഇത് A1 എന്ന് എടുക്കുകയാണെങ്കിൽ A1, ഇത് A2 എന്ന് എടുക്കുകയാണെങ്കിൽ A1/A2 ഈസ് ഈക്വൽ ടു 0.1 എന്ന് പറയുന്നുണ്ട്. ദ സ്പീഡ് ഓഫ് ദ ലിക്വിഡ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഒറിഫൈസ് ഈസ്, ഇതിൽ നിന്ന് വരുന്ന സ്പീഡ് എത്ര? അപ്പോൾ നമ്മൾ വിചാരിക്കും സ്പീഡ് എന്ന് പറഞ്ഞാൽ √2GH ആണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഡിഫറൻസ്. അത് തെറ്റിപ്പോവും. കാരണം അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് വൈഡ് ബോട്ടം ആയിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ മാത്രമേ ടോറസലീസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ടോറസലീസ് ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? ഒരു വൈഡ് ബോട്ടം ടാങ്കിൻ്റെ ഒരു ഹോളിൽ നിന്ന് വരുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി ഫ്രീലി ഫാളിങ് ഒരു ബോഡി അതേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ ആ ബോഡി അതേ ലെവലിൽ എത്തുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റിക്ക് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വിയും സെയിം ആയിരിക്കും. വി എത്രയാ? √2GH, വേർ H ഈസ് ദ ഹൈറ്റ് ഫ്രം വിച്ച് വാട്ടർ ഈസ് ഫാളിങ്. പക്ഷേ ഇവിടെ അത് പറ്റില്ല. അവിടെ പറ്റുന്ന അതെപ്പോഴാ? വൈഡ് ബോട്ടം ടാങ്ക് ആണെങ്കിൽ. ഇത് വൈഡ് ബോട്ടം അല്ല. കാരണം ഈ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ഫൈനൈറ്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ ചെയ്യുക? നിങ്ങളൊരു കാര്യം ചെയ്യുക. ഒരു സ്ട്രീം ലൈൻ എടുക്കുക. എന്നിട്ട് ബെർണലീസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഞാൻ ഈ പോയിന്റിനെ 1 എന്ന് വിളിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ. ആൻഡ് ഈ പോയിന്റിനെ 2 എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ വെലോസിറ്റി V1 എന്ന് വിളിക്കുന്നു. 2വിലെ വെലോസിറ്റി V2 എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ പ്രഷർ P0 ആണ്, എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ. ഈ പോയിന്റ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ P0 ആണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 എന്ന് വിളിക്കുന്നു. ഈ ഹൈറ്റ് H1 എന്ന് വിളിക്കുന്നു. ഈ ഹൈറ്റിനെ H2 എന്ന് വിളിക്കുന്നു. ഓക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പോയിന്റ് നമ്പർ 1 ഇതാണ്. ഈ സ്ട്രീം ലൈനിൽ കൂടെ ഞാൻ പോകുമ്പോൾ സം ഓഫ് 3 തിങ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണെന്ന് ഓർമ്മയുണ്ടോ? സം ഓഫ് 3 തിങ്സ് എന്താ? പ്രഷർ പ്ലസ് പിന്നെന്താണ്? പ്രഷർ പ്ലസ് ഹാഫ് ρV² പ്ലസ് HρG ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് ഇതും അറിയാം. ഏതാ? A1
V1 ഈക്വൽ ടു A2 V2. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 ഈക്വൽ ടു A2 V2. നമുക്ക് എന്താ വേണ്ടേ? ലിക്വിഡ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഒറിഫൈസ്. നമുക്ക് വേണ്ടത് A1 ആണ് വേണ്ടത്. സി, നമുക്ക് A1 ആണ് വേണ്ടത്. അപ്പോൾ V2നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ലെറ്റ് us ഡു ഇറ്റ്. നോക്കിയേ, ലെറ്റ് us യൂസ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഈ രണ്ട് പോയിന്റിൽ അപ്ലൈ ചെയ്യാം. പി എന്നുള്ളത് P0 ആണ്. രണ്ടിടത്തും ഒരേ പി ആയതുകൊണ്ട് ഞാൻ പി എഴുതുന്നില്ല. ഈ ടൈം എഴുതുന്നില്ല, കാരണം രണ്ടിടത്തും P0 ആയതുകൊണ്ട്. പിന്നെ ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് എച്ച് റോ എച്ച് എന്നുള്ളത് H1 റോ ജി H1 ഈക്വൽ ടു ടോപ്പ് പോയിന്റിൽ, ഈ പോയിന്റിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഹാഫ് റോ V2 സ്ക്വയർ, അവിടുത്തെ വെലോസിറ്റി V2 ആണ്, പ്ലസ് റോ ജി H2. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യുക? എല്ലായിടത്തും റോ ഇല്ലേ കുട്ടികളെ? ആലോചിച്ച് നോക്കി, എല്ലായിടത്തും റോ ഉണ്ട്. അതുകൊണ്ട് റോ ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, V2നെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ V1 സ്ക്വയർ, ലെറ്റ് us റൈറ്റ്, മൈനസ് V2 സ്ക്വയർ ഈക്വൽ ടു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 2 റോ H2 മൈനസ് H1 എന്ന് വന്നു. റോ ഞാൻ വെട്ടിക്കളഞ്ഞതല്ലേ, റോ ഈസ് ക്യാൻസൽഡ്. അപ്പോൾ റോ അല്ല അവിടെ. 2G H2 മൈനസ് H1 എന്ന് വന്നു. ഇനിയാണ് നമുക്കൊരു ഇക്വേഷനെ കൂടെ ഹെൽപ്പ് വേണം. നമുക്ക് V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2നെ എലിമിനേറ്റ് ചെയ്യണം. V2നെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? A1 ബൈ A2 ഇൻറ്റു V1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് V1 കോമൺ ഔട്ട് ചെയ്യുക. V1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എന്താ A1 ബൈ A2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2G H2 മൈനസ് H1. മനസ്സിലായ കുട്ടികളെ ഞാൻ ചെയ്തത് എന്താണെന്ന്? ഞാൻ ചെയ്തത് മറ്റൊന്നുമല്ല, V2നെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. V2ന് പകരം എന്തെഴുതി? ഈ V2 ഉണ്ടല്ലോ, ഈ V2 സ്ക്വയർ, ഇവിടുന്ന് V2 നോക്കി എഴുതി. ഏതാ? A1 V1 ഡിവൈഡഡ് ബൈ A2. എന്നിട്ട് V1 ഞാൻ കോമൺ ഔട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് V1 ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം H1 ഉണ്ട്, H2 ഉണ്ട്, എവറിത്തിങ് ഈസ് ദെയർ ഇല്ലേ? അങ്ങനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് V1 കിട്ടാൻ പോകുന്നത് 50 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. V1 ടേൺസ് ഔട്ട് ടു ബി 50 മീറ്റർ പെർ സെക്കൻഡ്. ചെയ്ത് നോക്കിക്കോളൂ. കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാൽക്കുലേഷൻ ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. മെത്തേഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ സ്വന്തം ചെയ്യുക. 2 ഇക്വേഷനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഏതൊക്കെയാ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു? V2നെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വേണം. V2നെ എലിമിനേറ്റ് ചെയ്യണം, കാരണം V1ഉം V2 അൺനോൺ ആണ്, ബാക്കിയുള്ളതെല്ലാം നോൺ ആണ്. സി, ഈ ഇക്വേഷനിൽ V1ഉം അൺനോൺ ആണ്, V2ഉം അൺനോൺ ആണ്. കണ്ടോ? ബാക്കിയുള്ളതെല്ലാം നോൺ ആണ്. അപ്പോൾ V1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V2നെ എലിമിനേറ്റ് ചെയ്യണ വേറൊരു ഇക്വേഷൻ വേണം അല്ലേ? അതിനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഈ 2 ഇക്വേഷൻ്റെ ഹെൽപ്പോട് കൂടിയേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോണ്ട് റൈറ്റ് ദിസ് വാട്ട് റൂട്ട് 2GH. ചില കുട്ടികൾ ഇങ്ങനെ എഴുതും, ഓ ടോറസലീസ് ഇക്വേഷൻ ഉണ്ടല്ലോ, റൂട്ട് 2GH. തെറ്റിപ്പോവും. കാരണം എന്താ? തെറ്റാൻ കാരണം എന്താ? ഈ റൂട്ട് 2GH എന്ന് പറയുന്നത് വൈഡ് ബോട്ടമായിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ A2 മച്ച് ഗ്രേറ്റർ ദാൻ A1 ആണെങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ വാലിഡിറ്റി ഉള്ളൂ. ഇവിടെ A1 ബൈ A2 0.1 ആണ്. A1 ബൈ A2 ഈ 0.1. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. യു കനോട്ട് യൂസ് ദാറ്റ് ഇക്വേഷൻ. പെട്ടെന്ന് ചെയ്തോളൂ. കാൽക്കുലേഷൻ നിങ്ങൾ പിന്നെ ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയ കുട്ടികളെ, എ ലാർജ് ഓപ്പൺ ടാങ്ക് ഹാസ് 2 holes in the wall. One is square hole of side L at the depth y from the top, and the other is a circular hole of radius r at a depth 2y from the top.
when the tank is completely filled with water, quantity of water coming out per second from both holes are same. Then R is equal to quantity of water coming out from both hole. രണ്ട് ഹോളിൽ നിന്ന് ഓരോ സെക്കൻഡിലും വരുന്ന വാട്ടറിന്റെ അളവ് സെയിം ആണ്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ട്. ലുക്ക്, വൈഡ് ബോട്ടം ടാങ്ക് ആണെന്നാ പറഞ്ഞത്. വൈഡ് ബോട്ടം ടാങ്ക്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരു സ്ക്വയർ ഹോളും ഉണ്ട്, ഒരു സർക്കുലാർ ഹോളും ഉണ്ട്, ഒരു സർക്കുലാറും ഉണ്ട്. ഇതിൽ നിന്ന് ഓരോ സെക്കൻഡിലും വരുന്ന വാട്ടറും ഇതിൽ നിന്ന് ഓരോ സെക്കൻഡിലും വരുന്ന വാട്ടറും സെയിം ആണെന്നാണ് പറഞ്ഞത്. ഇത് y ഡെപ്തിലാണ്, ഇത് 4y ഡെപ്തിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റിയുടെ സ്ഥാനത്ത് √2gh അപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ ടോപ്പ്. അതിലേക്ക് ഞാൻ വരാം. എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്രം സ്ക്വയർ ഹോൾ ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കമ്മിങ് ഫ്രം സർക്കുലാർ ഹോൾ. ഈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? A1 V1. എ ഏരിയയിൽ നിന്ന് V1 വെലോസിറ്റിയിൽ എ ഏരിയയിൽ നിന്ന് V വെലോസിറ്റിയിൽ വാട്ടർ വരികയാണെങ്കിൽ ഓരോ സെക്കൻഡിലും AV വാട്ടർ പുറത്തേക്ക് വരും. A ഇൻറ്റു V എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്. അതാണല്ലോ വോളിയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഏരിയ ഓഫ് സ്ക്വയർ ഹോൾ into velocity of water coming from the square hole must be equal to area of circular hole into velocity of water coming from that circular hole. കാരണം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ A ഇൻറ്റു V ആണ്. A1 V1 ഈക്വൽ ടു A2 V2 നിങ്ങൾ അപ്ലൈ ചെയ്യാറില്ലേ കുട്ടികളെ? എന്തോ സാധനം A1 V1 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ കമ്മിങ് മൂവിങ് പെർ സെക്കൻഡ് ഫ്രം ദ ഏരിയ A1. A2 V2 എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ക്രോസിംഗ് ദ ഏരിയ A2 പെർ സെക്കൻഡ്. ആക്ച്വലി നമ്മൾ വോളിയം ഇക്വേറ്റ് ചെയ്യുക. A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ വോളിയം സെയിം ആയിരിക്കും. ഇനി AS എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് സർക്കുലാർ ഹോൾ L² ഇല്ലേ? വെലോസിറ്റി എന്താണ്? വെലോസിറ്റി √2gy. വെലോസിറ്റി യു ക്യാൻ ഈസിലി, കാരണം ഇത് വൈഡ് ബോട്ടം ടാങ്ക് ആണ്. വെലോസിറ്റി ഓഫ് വാട്ടർ കമ്മിങ് ഈസ് √2gh എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. √2gh ടോറസലീസ് ഇക്വേഷൻ. h എന്ന് പറഞ്ഞാൽ അവിടെ y ഈസ് ഈക്വൽ ടു AC എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലാർ ഹോളിന്റെ ഏരിയ πr². അവിടുത്തെ വെലോസിറ്റി എത്തിയ √2g, അതിന്റെ ഡെപ്ത് 4y ആണ്. അപ്പോൾ 4y. അപ്പം നമുക്കിവിടെ എല്ലാം വെട്ടിപ്പോയി. ഇവിടെ L² ഈസ് ഈക്വൽ ടു 2πr² എന്ന് കിട്ടി. 2πr². നമുക്ക് ആറാണ് വേണ്ടത്. സ്ക്വയർ റൂട്ട് എടുക്കുക. r ഈസ് ഈക്വൽ ടു L² സ്ക്വയർ റൂട്ട് L ഡിവൈഡഡ് ബൈ √2π. L ഡിവൈഡ് ബൈ √2π. ഇത് അഡ്വാൻസിന് ചോദിച്ചതാണ്. അഡ്വാൻസിന് മാത്രമല്ല JEE മെയിനും ചോദിച്ചിട്ടുണ്ട്. 2020-ൽ JEE മെയിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2020 ആണോ 2019 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് JEE മെയിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ അഡ്വാൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2000-ൽ അഡ്വാൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം എ ഹോൾ ഈസ് A ഇൻറ്റു V. A is the area, V is the velocity per second. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ലേ കുട്ടികളെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, കുറച്ച് സ്പീഡ് ഞാൻ കൂട്ടിയാണ് കേട്ടോ. കാരണം 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സ്പീഡിൽ പോകുവാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. എ ക്ലോസ്ഡ് കമ്പാർട്ട്മെന്റ് കണ്ടെയ്നിങ് ഗ്യാസ് ഈസ് മൂവിങ് വിത്ത് സം ആക്സലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. നിഗ്ലക്ട് ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ദെൻ ദ പ്രഷർ ഇൻ ദ കമ്പാർട്ട്മെന്റ്. ഇതിൽ മൊത്തം ഗ്യാസ് ആണുള്ളത് ഇല്ലേ? ആക്സലറേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ പ്രഷർ എവിടെയായിരിക്കും കൂടുതൽ എന്ന് ചോദിച്ചാൽ ലോവർ എവിടെയായിരിക്കും? ഫ്രണ്ട് സൈഡിൽ പ്രഷർ കുറവും, ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? ബാക്ക് സൈഡിലും ആയിരിക്കും. അതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഡയഗ്രാം ക്വസ്റ്റ്യനിലുള്ള ഡയഗ്രാം അല്ല കേട്ടോ. ദിസ് ഡയഗ്രാം ഈസ് നോട്ട് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടുന്ന് ഡയഗ്രാം വരച്ച സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓൾറെഡി വരച്ചു വെച്ചേക്കുന്നതാണ്. ഇവിടെ പ്രഷർ എവിടെയാണ് കൂടുതൽ എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്യുക? എക്സ് അകലെ dx ലെങ്ത് ഉള്ള തിക്നെസ് ഉള്ള എയർ ലെയറിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള പ്രഷർ P, ഈ ഭാഗത്തു നിന്നുള്ള പ്രഷർ P പ്ലസ് ΔP. അത് ΔP കണ്ടോ? എക്സ് പ്ലസ് എന്താ ഇതിൻ്റെ കൺവെൻഷൻ നോക്കി?
എക്സിലുള്ള പ്രഷർ പി ആണെങ്കിൽ എക്സ് പ്ലസ് ഡി എക്സിലുള്ള പ്രഷർ എന്തെന്ന് എഴുതണം? പി പ്ലസ് ഡി പി എന്ന് എഴുതണം. അല്ലാണ്ട് പി മൈനസ് ഡി പി എന്നൊന്നും എഴുതിയേക്കരുത്. എപ്പോഴും ഡിഫറൻഷ്യൽ ചേഞ്ച് പോസിറ്റീവായിട്ട് എഴുതുക. അത് നെഗറ്റീവ് ആണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിക്കോളും. ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യുക. ഇതിലെ നെറ്റ് ഫോഴ്സ് ഉണ്ടല്ലോ, ഡി എഫ് നെറ്റ് ഫോഴ്സ്, ആ സ്ലിവറിൻ്റെ മാസ് ഡി എം ഇൻറ്റു ആക്സലറേഷൻ. ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. എഫ് ഈസിക്കൽ ടു എം എ. എഫിന് ഞാൻ എന്തെഴുതി? ഡി എഫ് എന്ന് എഴുതി. എന്താ ഈ ഡി എഫ്? ഈ സൈഡിലെ ഫോഴ്സ് മൈനസ് ഈ സൈഡിലെ ഫോഴ്സ്, ശരിയല്ലേ? റൈറ്റ് സൈഡിലെ ഫോഴ്സ് എത്രയാ? ഏരിയ ഇൻറ്റു പ്രഷർ, മൈനസ് ലെഫ്റ്റ് സൈഡിലെയോ ഏരിയ ഇൻറ്റു പ്രഷർ. അവിടെ എത്രയാ? പി പ്ലസ് ഡി പി. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ്. ഇതിൻ്റെ മാസ് എങ്ങനെയാണ് കുട്ടികളെ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എത്രയാ? എ ഇതിൻ്റെ ഏരിയ ആണെങ്കിൽ, ഏരിയ എ ആണെങ്കിൽ യു ടേക്ക് ഏരിയ എ. ഏരിയ എ ആണെങ്കിൽ എ ഇൻറ്റു ഡി എക്സ് വോളിയമായി, എ ഇൻറ്റു ഡി എക്സ് വോളിയമായി. ഡെൻസിറ്റി റോ, പിന്നെ ഒരു എ. ഈ എ എന്താണെന്ന് മനസ്സിലായോ? ആക്സലറേഷൻ. ഒന്നുമില്ല, ഞാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള മാസ് ടൈംസ് ആക്സലറേഷൻ എന്നാണ്. ഇപ്പോൾ എഫ് ഈസിക്കൽ ടു എം എന്ന് അപ്ലൈ ചെയ്തു. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈഡിലെ ഫോഴ്സ് മൈനസ് ഈ സൈഡിലെ ഫോഴ്സ്. ഈ സൈഡിലെ ഫോഴ്സ് എത്രയാ? പ്രഷർ ഇൻറ്റു ഏരിയ. ഈ സൈഡിലെ ഫോഴ്സ് എന്താ? അവിടുത്തെ പ്രഷർ ഇൻറ്റു ഏരിയ. ഇനിയും ഈ സ്ലിവറിനാണ് ഞാൻ, അല്ലെങ്കിൽ ഈ ലെയറിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ലെയറിൻ്റെ മാസ് എങ്ങനെയാണ്? ആ ലെയറിൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ആ ലെയറിൻ്റെ വോളിയം എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് ഡി എക്സ് ആണ്, ഏരിയ എ. പിന്നെ ഡെൻസിറ്റി ഉണ്ട് മൾട്ടിപ്ലൈ. ഇനി ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഡി പി എന്ന് കിട്ടി. മൈനസ് ഡി പി ഈസ് ഈക്വൽ ടു എ പോയി റോ എ ഡി എക്സ് എന്ന് വന്നു. മൈനസ് ഡി പി ഈസ് ഈക്വൽ ടു റോ എ ഡി എക്സ്. അപ്പം ഡി പി ബൈ ഡി എക്സ് എന്താണ് കുട്ടികളെ? ദാറ്റ് ഈസ് മൈനസ് റോ എ. ഡി പി ബൈ ഡി എക്സ് ഈസ് മൈനസ് റോ എ. ദാറ്റ് മീൻസ് വാട്ട്? പ്രഷറിൻ്റെ വേരിയേഷൻ വിത്ത് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ വിത്ത് എക്സ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിക്രീസിങ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം വിത്ത് എക്സ് പ്രഷർ ഈസ് ഡിക്രീസിങ്. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്തോറും പ്രഷർ കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കുറവ് പ്രഷർ എവിടെയായിരിക്കും? ഫ്രണ്ട് ഫേസിൽ. ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും? ബാക്ക് ഫേസിൽ. അപ്പോൾ ആൻസർ എന്താണ്? ലോവർ ഇൻ ദ ഫ്രണ്ട് സൈഡ്. ലോവർ ഇൻ ദ ഫ്രണ്ട് സൈഡ്. ദാറ്റ് ഈസ് വാട്ട് ദിസ് മൈനസ് സൈൻ ടെൽസ് യു. ദ പ്രഷർ ഡിക്രീസസ് വിത്ത് എക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Look at next question. Water from a tap emerges vertically downward with initial speed 1 meter per second. ഇവിടുത്തെ സ്പീഡ് തന്നിട്ടുണ്ട് 1 meter per second. Cross sectional area of the tap is 10 to the minus 4 meter square. എന്ന് പറഞ്ഞാൽ ഇത് തന്നിട്ടുണ്ട്, A1 തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ഏരിയ A1 is given. A1. Assume that the pressure is constant throughout the stream of water. പ്രഷറിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ P1ഉം P2ഉം P2 ഈ സെയിം ആണെന്ന്. പ്രഷർ ഈസ് സെയിം. Assume that the pressure is constant throughout the stream of water and that the flow is steady. Steady flow ആണെന്നും പറയുന്നു. Cross section area of the stream 0.15 meter below the tap. ഇവിടെയാണ് ടാപ്പ് ഉള്ളത് കേട്ടോ. ദിസ് ഈസ് ദ ടാപ്പ്. ഇവിടെ ടാപ്പ്. ഇവിടുത്തെ ഏരിയ എത്ര? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടാപ്പിൽ നിന്ന് വാട്ടർ പോകുമ്പോൾ താഴേക്ക് വരും തോറും അതിൻ്റെ ഏരിയ കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏരിയ കുറയും. താഴേക്ക് വരും തോറും ഏരിയ കുറയും. അപ്പം മുകളിലത്തെ ടാപ്പിൻ്റെ അടുത്ത ഏരിയ ആയിരിക്കുകയില്ല, കുറച്ച് താഴെ ഉണ്ടാവുക. ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദാറ്റ്. അപ്പം നമുക്ക് ഈ പ്രോബ്ലത്തിൽ വേണ്ടത് എന്താ? A2 വേണം. A1ഉം A2ഉം തമ്മിലുള്ള ബന്ധം എന്താ? A1 A2 V1 V2 തമ്മിൽ ബന്ധമുണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു നോ വാട്ട്? A1 V1 ഈക്വൽ ടു വാട്ട്? A2 V2. നമുക്ക് എന്താ കുട്ടികളെ വേണ്ടത്? A2 ആണ് വേണ്ടത്. വാട്ട് ഈസ് ദാറ്റ്? A1 V1. അത് രണ്ടും തന്നിട്ടുണ്ട്. A1ഉം V1ഉം തന്നിട്ടുണ്ട്. V2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ V2 അറിയില്ല. നമുക്കറിയാവുന്ന എന്തൊക്കെയാ? സോറി, A1 അറിയാം. A1 തന്നിട്ടുണ്ട്, V1ഉം തന്നിട്ടുണ്ട്. ഇതാ A1ഉം V1ഉം ഇവിടെയുണ്ട്. V1 A1 ഉണ്ട്. പക്ഷെ എന്താ ഇല്ലാത്തത്? V2 ഇല്ല. അപ്പോൾ ഒരു ഇക്വേഷൻ കൂടെ വേണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലെല്ലാം രണ്ട് ഇക്വേഷൻ നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ടി വരും. ഏതൊക്കെയാ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ബെർണേലിയസ് തിയറം.
ബെർണേലിയസ് തിയറത്തിൽ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രഷർ ടൈം ഞാൻ എഴുതുന്നില്ല. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ബെർണേലിയസ് തിയറം. പക്ഷേ ഇവിടെ പി എന്നുള്ള ടൈം വേണ്ട. കാരണം ഇവിടുത്തെ പ്രഷറും ഒരു സ്ട്രീം ലൈനിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഗോ ത്രൂ എ സ്ട്രീം ലൈൻ. ഇതൊരു സ്ട്രീം ലൈൻ ആണെന്ന് വിചാരിക്കുക. ഇത് പോയിന്റ് നമ്പർ 1. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2. സാധാരണഗതി ഇത് രണ്ടും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ P1 ഉം P2 എഴുതേണ്ടി വരും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് P1 ഉം P2 ഈക്വൽ ആണ്. അതുകൊണ്ട് ആ ടൈമിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് പറയൂ. ഹാഫ് റോ V1 സ്ക്വയർ, ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1, റോ ജി H1 ടോപ്പിൽ ഇവിടെ എഴുതി, V1 എഴുതി, ഫസ്റ്റ് പോയിന്റിൽ എഴുതി, ഈക്വൽ ടു എന്താണ്? ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2. ഇവിടെ റോ എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? റോ ഈസ് എവരിവെയർ റോ ഈസ് ദെയർ. അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. റോ എല്ലാ ടൈമിലും ഉള്ളത് കൊണ്ട്. ഇനി ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് V2 ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം കേട്ടോ. കാരണം V2 ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. V2 കണ്ടുപിടിക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് അവർ സ്ട്രാറ്റജി. ഓക്കെ. ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ പ്ലസ് റോ ജി H1 മൈനസ് H2. H1 മൈനസ് H2 എല്ലാം ഇവിടെ ഉണ്ട്. H1 ഉണ്ട്, H2 ഇല്ല. H1 മൈനസ് H2 ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 0.05 എന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ H1 മൈനസ് H2 എന്ന് പറഞ്ഞാൽ മനസ്സിലായ കുട്ടികളെ? 0.1ൻ്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവൽ. ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കുക. ഇതാണ് H1 H2 എന്ന് പറഞ്ഞാൽ എന്താ? 0.2 ഗ്രൗണ്ടിൽ നിന്നുള്ളത്. ഇത് H2. അപ്പോൾ H1 മൈനസ് H2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ H അല്ലേ? അപ്പോൾ ലെറ്റ് മീ റൈറ്റ് V2 ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ പ്ലസ് റോ ജി H അണ്ടർ റൂട്ട്. ഇനി എന്ത് ചെയ്യുക? ഈ സാധനം കൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ V2നെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ A2 കിട്ടും. ലെറ്റ് മീ റൈറ്റ് A2 ഈസ് ഈക്വൽ ടു A1 V1 ഡിവൈഡഡ് ബൈ റൂട്ട് V1 സ്ക്വയർ പ്ലസ് റോ ജി H. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ്. ഇതിലുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. A2 ഈസ് ഈക്വൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു A1 V1. A1 എത്രയാ? 10 to the power minus 4. V1 1. V1 സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ വിച്ച് ഈസ് 1. റോ തെറ്റിപ്പോയില്ലേ? ഇവിടെ ഞാൻ റോ വെട്ടിക്കളഞ്ഞല്ലേ? ആരും എന്നെ കറക്റ്റും ചെയ്തില്ലല്ലോ. ഇവിടെ റോ അല്ലല്ലോ വേണ്ടത്, 2 അല്ലേ വേണ്ടത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. റോ ഞാൻ ഓൾറെഡി വെട്ടിക്കളഞ്ഞ. ഇവിടെ 2 വരുന്നത് കേട്ടോ. ഇപ്പം 2 GH 2 G എന്ന് പറഞ്ഞാൽ 10, H എന്ന് പറഞ്ഞാൽ എത്രയാ? 0.15. അപ്പോൾ 0.3 ഇൻറ്റു 10, 3 + 1. ഇത് 1/2 ഇൻറ്റു 10 to the power minus 4 എന്ന് വന്നു. 1/2 ഇൻറ്റു 10 to the power minus 4നെ നമുക്ക് 5 ഇൻറ്റു 10 to the power minus 5 എന്ന് എഴുതാം. 5 ഇൻറ്റു 10 to the power minus 5. ദാറ്റ്സ് ആൻസർ. ബെർണേലിയസ് തിയറം പ്ലസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതാണ് ഞാൻ ചെയ്തത്. 2 അൺനോൺ ഉണ്ട്. V1 അറിയില്ല, V1 അല്ല. ഇവിടുത്തെ അൺനോൺ ഏതൊക്കെയാണ്? A2ഉം V2ഉം അൺനോൺ ആണ്. ഓക്കെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്ലസ് ബെർണേലിയസ് തിയറം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുട്ടികളെ ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമാണ് ഞാൻ പ്രയോഗിക്കൊണ്ട് വന്നേക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ അല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഓവർ ദ ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന് ഇനി അടുത്ത ഫേസിൽ ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഹോമോജീനിയസ് സോളിഡ് സിലിണ്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ A is immersed such that it floats with its axis vertically at a liquid interface with L/4 in denser. ഇത് denser ആ കേട്ടോ. In denser liquid as shown in the figure. The lower density liquid is open to atmosphere. എന്ന് പറഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിന് ഓപ്പൺ ആണ്. P0. Then density of this one. ഈ സിലിണ്ടറിൻ്റെ സോളിഡ് സെല്ലിൻ്റെ ഡെൻസിറ്റി D ആണെന്ന് വിചാരിച്ച കുട്ടികളെ, ക്യാപിറ്റൽ ലെറ്റർ D.
അങ്ങനെയെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലല്ലേ, ഇതിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ഇറ്റ് ഈസ് ജസ്റ്റ് ഫ്ലോട്ടിംഗ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ സബ്മേർജ്ഡ് ഇൻ ദീസ് ടു ലിക്വിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വെയിറ്റിനെ ഇത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. വെയിറ്റും ബോയിൻ്റ് ഫോഴ്സും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടം വരെയുള്ളത് ഇത് കണ്ടോ, ഇത് ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലാണ്, 2D ഡെൻസിറ്റി ഉള്ള ലിക്വിഡിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ദ റിമൈനിങ് പോർഷൻ, ലുക്ക് അറ്റ് ദിസ് പോർഷൻ, ഈ പോർഷൻ ഈ ലിക്വിഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെൻസിറ്റി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് നോക്കുമ്പോൾ ഈ ലിക്വിഡ് ഡിസ്പ്ലേസും ചെയ്തിട്ടുണ്ട്, ഈ ലിക്വിഡും ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്, രണ്ട് ലിക്വിഡിൻ്റെ. അപ്പം ഞാൻ ചെയ്യാൻ പോവാം. ആ വോളിയം V ആണെന്ന് വിചാരിച്ചു, ടോട്ടൽ വോളിയം V ആണെന്ന് വിചാരിച്ചു. ടോട്ടൽ വോളിയം V ആണെങ്കിൽ എത്രമാത്രമാണ് ഫസ്റ്റ് ലിക്വിഡിൻ്റെ ഉള്ളിലുള്ളത്? V/4, L/4 ആണ് ഫസ്റ്റ് ലിക്വിഡിൻ്റെ ഉള്ളിൽ, ഐ മീൻ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് V/4, ഇതോ 3V/4. ഇപ്പം രണ്ട് ലിക്വിഡും നോക്കൂ, രണ്ട് ലിക്വിഡിൻ്റെ ഉള്ളിൽ ഉള്ള വോളിയം നമുക്കറിയാം. ടോട്ടൽ വോളിയം V ആണെങ്കിൽ ഡെൻസിറ്റി കൂടുതലുള്ള ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള വോളിയം V/4ഉം ഡെൻസിറ്റി കുറവുള്ള ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള വോളിയം എത്രയാ? 3V/4ഉമാണ്, അല്ലേ? 4ഉമാണ്. അപ്പം നമുക്ക് ലെറ്റസ് റൈറ്റ് V ρg, അതാണല്ലോ മാസ്. mg നോക്കൂ, V അതിൻ്റെ ഡെൻസിറ്റി dg, VdG, V ρg. ഇത് ആറ് വെയിറ്റാ? ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദിസ് വൺ. ഇതിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എഴുതിയത്, V ρg. mg എന്നാണ് എഴുതേണ്ടത്. m എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, വോളിയം V, ഡെൻസിറ്റി d ആണ്. d എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്, ഡെൻസിറ്റി d. ലുക്ക്, ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി d ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം VdG എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഈ ബോട്ടം ലിക്വിഡ് എത്ര ഡിസ്പ്ലേസ് ചെയ്തു? V എന്നുള്ളത് V/4 ആണ്. റോ എന്നുള്ളത് 2D, അതിൻ്റെ ഡെൻസിറ്റി d ആണ്, ഇൻറ്റു G. അപ്പം ഏറ്റവും താഴെയുള്ള ലിക്വിഡിൻ്റെ വെയിറ്റ് കിട്ടി, ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റ് കിട്ടി. ഇനി മുകളിലുള്ള ലിക്വിഡ് എത്ര ഡിസ്പ്ലേസ് ചെയ്തു? അതെത്രയാണെന്ന് ചോദിച്ചാൽ 3V/4 ഡിസ്പ്ലേസ് ചെയ്തു, അതിൻ്റെ ഡെൻസിറ്റി d ഇൻറ്റു G. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? വിയും G ആണ് കേട്ടോ, VdG, ദിസ് ഈസ് G. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാ. വിയും ജിയും നമുക്ക് എല്ലാ ടൈമിൽ നിന്നും കളയാമല്ലോ. ഇതാ VG, അത്രയും സംഭവം കളഞ്ഞു. ഇപ്പം ഡെൻസിറ്റി എന്ത് കിട്ടി നമുക്ക്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2D/4 പ്ലസ് 3D/4. അപ്പോൾ എത്ര d ആ? 5D/4. ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഈസ് 5D/4. സിമ്പിൾ, ഒറ്റ ലൈനിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഒറ്റ ലൈൻ മതി. ഇവിടെ എന്താ ഞാൻ അപ്ലൈ ചെയ്തത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി സബ്മേർജ്ഡ് ഇൻ എ ലിക്വിഡ്, ഇറ്റ്സ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തതും വളരെ സിമ്പിളാണ്. എ വെസൽ കണ്ടെയ്ൻ ഓയിൽ, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓവർ മെർക്കുറി, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എ ഹോമോജീനിയസ് സ്ഫിയർ ഫ്ലോട്ട്സ് വിത്ത് ഹാഫ് ഇറ്റ്സ് വോളിയം സബ്മർജ്ഡ് ഇൻ മെർക്കുറി ആൻഡ് ദ അതർ ഹാഫ് ഇൻ ഓയിൽ. ദ ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സ്ഫിയർ ഈസ്. ഇവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് ലിക്വിഡാണ് ഉള്ളത്. ഒന്ന് മെർക്കുറി, ലുക്ക്, രണ്ട് ലിക്വിഡാണ് നമുക്കുള്ളത്. ഏതൊക്കെ ലിക്വിഡാണെന്ന് നോക്കി. ഒരെണ്ണം മെർക്കുറിയാണ് അല്ലേ, രണ്ടാമത്തേതോ സം ഓയിൽ. ഇങ്ങനെ രണ്ട് ലിക്വിഡാണ് ഉള്ളത്. ഈ രണ്ട് ലിക്വിഡിൻ്റെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു 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 സ്പിയർ നോക്കിയോട്ടില്ലേ, ഒരു സ്പിയർ പകുതി മെർക്കുറിയിലും പകുതി ഈ ഓയിലുമായിട്ട് ഇമേഴ്സ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ സ്പിയറിൻ്റെ ഡെൻസിറ്റി റോ ആയിക്കോട്ടെ കുട്ടികളെ, സ്പിയറിൻ്റെ ഡെൻസിറ്റി റോ. മെർക്കുറിയുടെ എത്രയാ? 13.6 ഡെൻസിറ്റി. ഓയിലിൻ്റെയോ 0.8. അപ്പോൾ ഇതിൻ്റെ മൊത്തം വോളിയം V ആണെങ്കിൽ, ലെറ്റ് us തിങ്ക്, ഇതിൻ്റെ മൊത്തത്തിലുള്ള വോളിയം V ആണെങ്കിൽ V/2 മെർക്കുറിയിലാണ്, V/2 ഓയിലിലാണ്.
അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വെയിറ്റ് എത്രയാ? വി റോ ജി. വി റോ ജി, എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്ന വെയിറ്റ് വി റോ ജി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ മെർക്കുറി ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ദ മെർക്കുറി ഡിസ്പ്ലേസ് എത്രയാ? വോളിയം എത്രയാ? V/2. ഡെൻസിറ്റി എത്രയാ? 13.6. ജി അതുപോലെ എഴുതി. ദിസ് ഈസ് ദ വെയിറ്റ് ഓഫ് ദ മെർക്കുറി ഡിസ്പ്ലേസ്ഡ് പ്ലസ് വെയിറ്റ് ഓഫ് ദ ഓയിൽ ഡിസ്പ്ലേസ്. വെയിറ്റ് ഓഫ് ദ ഓയിൽ എന്ന് പറയുന്നത് എന്താ? വി റോ ജി. വി എന്ന് പറഞ്ഞാൽ V/2. റോ എന്ന് പറയുന്നത് 0.8. ജി തന്നെ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം വെട്ടിക്കളയാം? വിയും റോയും എല്ലായിടത്തും വെട്ടിക്കളഞ്ഞൂടെ? വിയും ജിയും കണ്ടോ വെട്ടിക്കളയാം. അപ്പം നമുക്ക് എത്ര കിട്ടി നോക്കിയേ? ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് 13.6 പ്ലസ് 0.8 ഡിവൈഡഡ് ബൈ 2. അതെത്രയായിരിക്കും? 14.4 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 7.2. ആവറേജ് എടുത്താൽ മതി. 7.2. ഹിയർ ഈസ് ദ ആൻസർ. ആവറേജ് എടുത്താൽ മതി കുട്ടികളെ അങ്ങനെ വരുന്ന കേസിൽ. കാരണം ഇത് പകുതി സബ്മർജ്ഡ് അല്ലേ, ഇവിടെയും പകുതിയാണ്ട് ഡയറക്റ്റ് ആവറേജ് എടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങളോട് പറയും 1/3 ഇതിൽ 1/3 മെർക്കുറിയിലാണെന്നും 2/3 ഓയിലാണെന്നും ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ 1/3 വോളിയം എന്നുള്ളത് നിങ്ങൾക്കറിയാം V/3 എന്ന് എഴുതണം. ഇവിടെ വോളിയം എത്രയാ? 2/3 2V/3 എന്ന് എഴുതണം. അപ്പോൾ വേറൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കറക്റ്റ് ഇതിൻ്റെ ആവറേജ് വരാൻ കാരണം ഹാഫ് ഓയിലിലും ഹാഫ് മെർക്കുറിയിലുമായിട്ടാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് ആൻസർ ആയിട്ട് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ യൂട്യൂബ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഈസ് പാർഷ്യലി ഫിൽഡ് വിത്ത് ലിക്വിഡ്. കണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ഫിഗർ ഇങ്ങനെ. ഇത് നോക്കൂ, ഇത് മാത്രം നോക്കൂ. പാർഷ്യലി ഫിൽഡ് വിത്ത് ലിക്വിഡ് 1. ഇത് ലിക്വിഡ് 1 ആണ്. പാർഷ്യലി ഫിൽഡ് വിത്ത് ലിക്വിഡ് 1. അപ്പോൾ എങ്ങനെയായിരിക്കും? രണ്ട് ലിംബിലും ഒരേ ഹൈറ്റിലായിരിക്കും ഇതുണ്ടാകുക. ലിക്വിഡ് ഒറ്റ ലിക്വിഡ് അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരേ ഹൈറ്റിലായിരിക്കും. അനദർ ലിക്വിഡ് 2 വിച്ച് ഡസ് നോട്ട് മിക്സ് വിത്ത് ലിക്വിഡ് 1 ഈസ് poured into one side. ഇവിടെ വേറൊരു ലിക്വിഡ് നമ്മൾ കൊണ്ട് ഒഴിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ലിക്വിഡ് വെസൽ ഓഫ് 2 sides ഓഫ് ദ ട്യൂബ് ആർ സെയിം. ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴും ഒഴിച്ചതിന് ശേഷം നോക്കൂ. ഒഴിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? വീണ്ടും ഈ രണ്ടും ഒരേ ലെവലിലാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ രണ്ടിനും ഒരേ ഡെൻസിറ്റി ആയിരിക്കണം അല്ലേ? സിമ്പിൾ ലോജിക്കാണ്. വേറെ ലിക്വിഡ് ഒഴിച്ചാലും ഒരേ ഇഫക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ വീണ്ടും ഒരേ ലെവലിലാണെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കണം. ഒഴിച്ച ലിക്വിഡിൻ്റെയും ഓൾറെഡി ഉള്ള ലിക്വിഡിൻ്റെയും ഡെൻസിറ്റി സെയിം ആയിരിക്കണം. ദാറ്റ് സിമ്പിൾ ലോജിക്കാണ്. വൈൽ ദ ലെവൽ ഓഫ് ലിക്വിഡ് ഹാസ് റൈസൺ 2 സെൻറ്റിമീറ്റർ. കണ്ടോ ലിക്വിഡ് 1ൻ്റെ ലെവൽ ഉണ്ടല്ലോ 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ താന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒഴിച്ചത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒഴിച്ചിട്ടുണ്ടാകും. 4 കണ്ടോ? കാരണം ഇത് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ താഴേക്ക് വന്നു. ഇവിടെ ഒഴിച്ച രണ്ടാമത്തെ ലിക്വിഡ് എത്ര ഹൈറ്റിലുണ്ട്? 4 സെൻറ്റിമീറ്റർ ഹൈറ്റിലുണ്ട്. ഇറ്റ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ലിക്വിഡ് 1 ഈസ് 1.1. ലിക്വിഡ് 1ൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതിനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. 1.1 ആണെങ്കിൽ ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് 2, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് 2 എത്രയാണെന്നാണ്. ഡെൻസിറ്റി രണ്ടിനും സെയിം ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി രണ്ടിനും സെയിം ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? 1.1 വരും. എങ്ങനെ ചെയ്യാം? ഇത് ഒന്നുമില്ല, ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരേ ലെവലിൽ 2 പോയിന്റ് എടുക്കുക ഒരേ ലിക്വിഡിൽ. ഇത് പോയിന്റ് എയും ഇത് പോയിന്റ് ബിയുമാണെന്ന് വിചാരിക്കുക. ഈ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്, ഈ ഹൈറ്റും 4 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യൻ പ്രകാരം. ഇതിൻ്റെ ഡെൻസിറ്റി റോ 1 ആയിക്കോട്ടെ, ഇതിൻ്റെ ഡെൻസിറ്റി റോ 2 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾക്ക് പറയാം പ്രഷർ അറ്റ് എ ആൻഡ് പ്രഷർ അറ്റ് ബി ആർ ഈക്വൽ ബിക്കോസ് ദോസ് 2 പോയിന്റ്സ് ആർ അറ്റ് സെയിം ലെവൽ ആൻഡ് അറ്റ് സെയിം ലിക്വിഡ്. അപ്പോൾ പ്രഷർ അറ്റ് 1 എങ്ങനെയാണ്? പ്രഷർ അറ്റ് എ എങ്ങനെയാണ് എഴുതുക? പ്രഷർ അറ്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് കേട്ടോ. പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു P0 പ്ലസ് എച്ച് എന്നുള്ളത് 4 റോ 2 ജി ഈക്വൽ ടു ഇവിടെയോ P0 പ്ലസ് എച്ച് 4 റോ 2 റോ 1 ജി. ഇതിൽ നിങ്ങൾക്ക് റോ 1 ഈക്വൽ ടു റോ 2 എന്ന് കിട്ടി. രണ്ടിനും ഒരേ ഡെൻസിറ്റി ആയിരിക്കുമെന്ന്. രണ്ടും ഒരേ ഹൈറ്റിലല്ലേ ഉള്ളത്. അപ്പോൾ രണ്ടിനും ഒരേ ഡെൻസിറ്റി ആയിരിക്കും. രണ്ടിനും ഒരേ ഡെൻസിറ്റി ആണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ രണ്ടിനും ഒരേ ഡെൻസിറ്റി ആണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് 1ഉം
റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ടൂവും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, 1:1 ആയിരിക്കും. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് യു. 1:1 തന്നെയായിരിക്കും. കാരണം രണ്ട് ലിക്വിഡ് ഒരേ ലെവലിലേക്കാണ് വന്നേ. അപ്പോൾ രണ്ട് ലിക്വിഡ് ഒരേ നേച്ചറാണെന്ന് സാരം, ഒരേ ഡെൻസിറ്റി, ഒരേ റിലേറ്റീവ് ഡെൻസിറ്റി. ഇനി അടുത്തത് 12th ക്വസ്റ്റ്യൻ. ഇനി 2 ക്വസ്റ്റ്യനോട് ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ആരും നിർത്തിപ്പോകരുത് കേട്ടോ. എ ബോഡി ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ് കണ്ടെയ്ൻ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുക. നോക്കിയേ. ദ ഹോൾ സിസ്റ്റം ഷോൺ ഇൻ ദ ഫിഗർ ഫാൾസ് സിംപ്ലി അണ്ടർ ഗ്രാവിറ്റി, ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി, അപ്ത്രസ്റ്റ് ഓൺ ഇറ്റ്. ഓ, ഇറ്റ് ഈസ് ഫാളിങ് അണ്ടർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? എല്ലാ ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ G ആണ്. അപ്പോൾ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. അതിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് അറിയാം. ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യൂ. ന്യൂട്ടൻ്റെ ലോ പ്രകാരം ഇതിൽ mg ഫോഴ്സ് ഈസ് ആക്ടിങ്, mg ഈസ് ആക്ടിങ്. അപ്ത്രസ്റ്റ് നമുക്ക് B എന്ന് എടുക്കാം, ബോയിൻ്റ് ഫോഴ്സ് B. ഈ B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് യു നോ ഇറ്റ്സ് ഫ്രീലി ഫാളിങ്, ദെയർഫോർ ഇറ്റ് ആക്സലേഷൻ ഇസ് G. അതിൻ്റെ ആക്സലേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആക്സലേഷൻ Gക്ക് ഈക്വൽ ആണ്, ബിക്കോസ് ഇറ്റ്സ് ഫ്രീലി ഫാളിങ്. ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യൂ. mg മൈനസ് B, നെറ്റ് ഫോഴ്സ് mg മൈനസ് B ഈസ് ഈക്വൽ ടു ma എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്രീലി ഫാളിങ് ആയതുകൊണ്ട് A Gക്ക് ഈക്വലാണ്. അപ്പോൾ mg മൈനസ് B ഈക്വൽ ടു mg എന്ന് വന്നു. ദാറ്റ് മീൻസ് അപ്ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഒരു ഫ്രീലി ഫാളിങ് ആണെങ്കിൽ ഇതിന് കിട്ടുന്ന അപ്ത്രസ്റ്റ് ഉണ്ടല്ലോ കുട്ടികളെ, ദാറ്റ് വിൽ ബി 0. ദാറ്റ്സ് വാട്ട്, 0 ആയിരിക്കും. അപ്ത്രസ്റ്റ് 0 ഫ്രീലി ഫാളിങ് ആണെങ്കിൽ. ഫ്രീലി ഫാളിങ് ആണെങ്കിൽ അപ്ത്രസ്റ്റ് വിൽ നോട്ട് ബി ദെയർ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഫെയർലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ വെസൽ കണ്ടെയ്നിങ് വാട്ടർ ഈസ് ഗിവൺ എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ A towards the right along the straight horizontal path. Which of the following diagram represent the surface of the liquid? എങ്ങോട്ടാണോ ആക്സലറേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ സ്യൂഡോഫോഴ്സ് ഉണ്ടാകുക. സ്യൂഡോഫോഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും പറയാം, ഇല്ലാതെയും പറയാം, ഇല്ലേ? അപ്പോൾ സ്യൂഡോഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പം ഇതായിരിക്കും ആൻസർ. സി, ആൻസർ ഈസ് ദിസ്, സിൻസ് ഇറ്റ് ഈസ് ആക്സലേറ്റിംഗ് ലൈക്ക് ദിസ്. നിങ്ങൾക്കറിയാം, ഒരു വെഹിക്കിൾ ആക്സലേറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി, ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഒരു വെഹിക്കിൾ ഇങ്ങോട്ട് ആക്സലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഒരു സിമ്പിൾ പെൻഡുലം ദ ആക്സലേഷൻ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. കണ്ടോ? ഓപ്പോസിറ്റ്, മേക്കിംഗ് ആൻ ആംഗിൾ. ഓക്കെ, കിട്ടുന്നുണ്ടോ കുട്ടികളെ? മനസ്സിലായോ? ഈ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെഹിക്കിൾ സപ്പോസ് ഇറ്റ് ഈസ് ഹൊറിസോണ്ടലി ആക്സലറേറ്റിംഗ്, A ഈസ് ദ ആക്സലറേഷൻ. അപ്പോൾ അതിലൊരു സിമ്പിൾ പെൻഡുലം നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിമ്പിൾ പെൻഡുലം ആക്സലറേഷന് ഓപ്പോസിറ്റായിട്ട് അലൈൻ ചെയ്യും. ആ തീറ്റയും ആക്സലറേഷൻ തമ്മിലുള്ള റിലേഷനാണിത്. ഇത് പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. A ഈസ് ഈക്വൽ ടു G tan തീറ്റ ഓർ tan തീറ്റ ഈസ് ഈക്വൽ ടു A/G. അതുപോലെ തന്നെ ഇവിടെയും ഒരു ലിക്വിഡ് ആക്സലറേറ്റ് ചെയ്യുമ്പം ലിക്വിഡിൻ്റെ സർഫസ് ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, tan theta is equal to A/G തന്നെയായിരിക്കും. These two same results are there. You can compare and study. That's what I am telling. കമ്പയർ. വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, ഏതാണെന്നറിയാവോ? ഇങ്ങനെ ഒരു സ്മൂത്ത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഒരു സ്മൂത്ത് വെഡ്ജാണെന്ന് വിചാരിക്കുക. ആ വെഡ്ജിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് പോകും, ഇല്ലേ? പക്ഷേ സ്ലിപ്പ് ഇരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വെഡ്ജിനെ ആക്സലറേറ്റ് ചെയ്യുക. ആ ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ആ ആക്സലറേഷനും എത്രയായിരിക്കും? G tan theta ആക്സലറേഷൻ കൊടുക്കുകയാണെങ്കിൽ ദിസ് ബ്ലോക്ക് വിൽ ബി അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വെഡ്ജ്. അപ്പോൾ ഈ ഇക്വേഷൻ പലയിടത്തും വരുന്നുണ്ട്, അതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഇവിടെയെല്ലാം സെയിം ടൈപ്പ് ഓഫ് തിങ്സ് ആർ ദെയർ. ഇനി അടുത്തത് നോക്കിയേ, ഇതോടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ കുട്ടികളെ, എ സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് R and density rho is attached to one end of a massless string of force constant K. Another end of the spring is connected to another solid sphere of radius R and density 3 rho. എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡന്റിക്കൽ സ്പിയർ ഉണ്ട്, ഡെൻസിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, വലിപ്പം രണ്ടിനും ഒരുപോലെയാണ്.
The complete arrangement is placed in liquid of density 2 rho. ഈ സാധനം മൊത്തം 2 rho ഡെൻസിറ്റി ഉള്ള ലിക്വിഡിൽ നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. പ്ലേസ്ഡ് ഇൻ ലിക്വിഡ് 2 rho ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ടു റീച്ച് ഇക്വിലിബ്രിയം. ഇപ്പോൾ അതെന്താണ്? ഫ്ലോട്ടിംഗ് ആണ്, ഇക്വിലിബ്രിയത്തിലായി. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓക്കെ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലാസ്റ്റ് സിയും ഡി നോക്കി. ദ ലൈറ്റ് സ്പ്രിങ് ഈസ് പാർഷ്യലി ഹെവി ബോൾ എന്താണേലും എന്താണ് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആയിരിക്കും. കാരണം അതിൻ്റെ ഡെൻസിറ്റി നോക്കൂ 3 റോയും ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 2 റോയുമാണ്. ഇത് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആണോ എന്നറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക. ഇത് സബ്മർജ് ചെയ്തിട്ടുള്ള ദിസ് വൺ നോക്കൂ കുട്ടികളെ, അത് സബ്മർജ് ചെയ്തിട്ടുള്ള വോളിയം വി ആണെന്ന് വിചാരിക്കുക. അത് ഞാൻ കണ്ടുപിടിക്കാൻ പോകും. സപ്പോസ് അസ്യൂം ദാറ്റ് വി വോളിയം ഈസ് സബ്മർജ്ഡ് ഇൻ ലിക്വിഡ്. ഏതിൻ്റെ? ലൈറ്റ് സ്പിയറിൻ്റെ വി വോളിയം സബ്മർജ്ഡ് ആണെന്ന് വിചാരിക്കുക. ഇനി നോക്കൂ, ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഏതൊക്കെയാണ് എന്നാലോചിച്ച് നോക്കി. സ്പ്രിംഗ് ഫോഴ്സ് എക്സ്റ്റേണൽ അല്ല, കെ എക്സും ഞാൻ നോക്കില്ല. പിന്നെ ഇതിലെ ഗ്രാവിറ്റി അത് രണ്ടും എക്സ്റ്റേണൽ ആണ്. പിന്നെ ഇതിനുള്ള ബോയിന്റ് ഫോഴ്സ് പ്ലസ് ഇതിനുള്ള ബോയിന്റ് ഫോഴ്സ്. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പോവുക ഞാൻ. ഗ്രാവിറ്റി ഓൺ ബോത്ത് എത്രയാണ് കുട്ടികളെ? ഗ്രാവിറ്റി ഓൺ ബോത്ത്. ആദ്യമേ ഈ സ്പിയറിലെ ഗ്രാവിറ്റി എഴുതൂ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. വോളിയം എത്രയാ? 4/3 πr³ വോളിയമായി ഡെൻസിറ്റി 3 റോ ഇൻറ്റു ജി പ്ലസ് ഇനിയും ഇതിലെ ഗ്രാവിറ്റി, ചെറുതിലെ ഗ്രാവിറ്റി, അതിൻ്റെ വോളിയം എത്രയാ? 4/3 πr³. അതിൻ്റെ ഡെൻസിറ്റി റോയാണ് ഇൻറ്റു ജി. അതായിരിക്കണം എന്ത്? ബോയിന്റ് ഫോഴ്സ്. ബോയിന്റ് ഫോഴ്സ് ഇതിലെ എത്രയാണ്? വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. എത്രയാണ് വോളിയം? 4/3 πr³. റോ എന്നുള്ളത് 2 റോ ജി. അതാണ് ബോയിന്റ് ഫോഴ്സ് ഓൺ ഇറ്റ്. ഇനി വാട്ട് ഈസ് ദ ബോയിന്റ് ഫോഴ്സ് ഓൺ ഇറ്റ്? ഇത് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് അല്ലാന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയുന്ന വി വോളിയം സബ്മർജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വി വോളിയം ഇൻറ്റു 2 റോ ഇൻറ്റു ജി. ഇത് വി ചെയ്യുമ്പോൾ എത്ര കിട്ടും? വി നമുക്ക് നോക്കാം. ഹൗ മച്ച് ഈ സബ്മർജ്ഡ് എന്ന് നോക്കാം നമുക്ക്. ലെറ്റ് us see. എന്തൊക്കെ നമുക്ക് വെട്ടിക്കളയാം ഇവിടെ? റോ ജി, റോയും ജിയും എല്ലായിടത്തു നിന്നും വെട്ട്. റോയും ജിയും, റോ ജി. ഇവിടെയുണ്ട് റോ ജി, ഇവിടെ റോ ജി, ഇവിടെയും റോ ജി. എന്നിട്ട് നമുക്ക് ഇതിനെ ഇപ്പുറം കൊണ്ടുവരാം. ഇവിടെ എത്ര റോ ജി ആണെന്ന് നോക്കിയാൽ വി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? വി ഈസ് ഈക്വൽ ടു ഇവിടെ 2, ഇവിടെ 1 + 3. അവിടെ 2, ഇവിടെ 3 + 1 4. ഇവിടെ ഒരു 2 കൂടി ഉണ്ട് അല്ലേ? ഇവിടെ 2v ഈസ് ഈക്വൽ ടു, വി ഗെറ്റ് ഇറ്റ്, 2v ഈസ് ഈക്വൽ ടു ഇവിടെ 4/3 πr³ 3 1 4 2 പോയാൽ 2 2 4/3 πr³ എന്ന് കിട്ടി. 2 4/3 πr³ എന്ന് പറഞ്ഞാൽ v ഈസ് ഈക്വൽ ടു 4/3 πr³ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വോളിയം ഉണ്ടല്ലോ, സബ്മർജ്ഡ് ഈസ് ഈക്വൽ ടു 4/3 πr³ ആണെന്ന്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും സബ്മർജ്ഡ് ആയെന്നല്ലേ അതിൻ്റെ അർത്ഥം. ആൻസർ അപ്പം ലൈറ്റ് സ്പ്രിങ് ഈസ് പാർഷ്യലി സബ്മർജ്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ലൈറ്റ് സ്പിയർ ഈസ് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ്. കാരണം നമുക്ക് കിട്ടിയ വോളിയം നോക്കൂ. ലുക്ക് അറ്റ് ദ വോളിയം വി ഗോട്ട്. വോളിയം നോക്കൂ എല്ലാവരും. 4/3 πr³ സബ്മർജ് ചെയ്ത വോളിയം 4/3 πr³ ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി അത് സബ്മർജ്ഡ് ആണ്. ഇനിയും നെറ്റ് ഇലോങ്കേഷൻ ഓഫ് ദ സ്പ്രിങ്. സ്പ്രിങ്ങിലെ ഇലോങ്കേഷൻ അറിയണമെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. സ്പ്രിങ്ങിലെ ഇലോങ്കേഷൻ അറിയണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതും നെറ്റ് ഫോഴ്സ് ഇതിലും 0 അല്ലേ? ഇപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് ഇത് മാത്രം ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. അതിലെ ഫോഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. അതിലെ ഫോഴ്സ് കെ എക്സ് ഈസ് ആക്ടിങ് ബിക്കോസ് സ്പ്രിങ് ഈസ് എക്സ്റ്റെൻഡഡ് ബൈ എക്സ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ mg ഉണ്ട്, അതുപോലെ ബോയിൻ്റ് ഫോഴ്സും ഉണ്ട്, bu ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലോട്ടുള്ളത് ഏതൊക്കെയാണ് ആലോചിച്ച് നോക്കി. മുകളിലോട്ടുള്ള ഫോഴ്സ് ബോയിൻ്റ് ഫോഴ്സും മുകളിലോട്ടാണ്,
കെ എക്സും മുകളിലോട്ടാണ്, താഴേക്കുള്ളത് എന്താ? അതിൻ്റെ വെയിറ്റ് എം ജി. ഇനി ബോയിൻ്റ് ഫോഴ്സ് നമുക്കറിയാം, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഈക്വലായിരിക്കും 4/3 പൈ ആർ ക്യൂബ് ഡെൻസിറ്റി 2 റോ ഇൻറ്റു ജി പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോബ്. അതെത്രയാണ്? 4/3 പൈ ആർ ക്യൂബ് ഡെൻസിറ്റി 3 റോ ഇൻറ്റു ജി. ഇതിനെ അപ്പുറം കൊണ്ടുപോയി 2 റോ കെ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് യു ഗെറ്റ്? കെ എക്സ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ എന്ന് വന്നു, റോ ജി. 4/3 പൈ ആർ ക്യൂബ് റോ ജി ആണ് കെ എക്സ്. കെ എക്സ് ഓക്കെ. കെ എക്സ് ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ ജി ഡിവൈഡഡ് ബൈ കെ, അല്ലെങ്കിൽ 3k. 3യോടെ താഴേക്ക് എഴുതുകയാണെങ്കിൽ ലെറ്റ് us റൈറ്റ് 3 ഓൾസോ. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. The net elongation 4/3 pi r cube rho g into that's one. Answer is this one. A ആണ് ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്? ഒന്നുമില്ല, നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. നെറ്റ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. See you.